ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ഗുരുവായൂർ ഒരു വെഡ്ഡിങ് ഉണ്ടായിരുന്നു. അപ്പോഴത്തെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ 2 സാരി ആയിരുന്നു നമുക്ക് ഉടുപ്പിക്കാനുണ്ടായിരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു 3 മണിക്ക് ഈ വയനാട് പോകണമായിരുന്നു. അപ്പോൾ എന്താ പറയുക, കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് 2 സാരിയൊക്കെ ഉടുപ്പിച്ച് അങ്ങനെ നല്ല എന്താ പറയുക, നല്ല തിരക്കായിട്ടുള്ളൊരു വോക്കായിരുന്നു കേട്ടോ. ഭയങ്കര ബിസി ഡേ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടൊരു 3 മണിക്കാണ് ഞാൻ വയനാട് പോകാനുള്ള സംഭവം. കാരണം വേറെ ഒന്നുമല്ല, വയനാട് നമ്മളുടെ ഒരു ഫാമിലിയിൽ തന്നെ ഒരു വെഡ്ഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും എന്താ പറയുക, തലേ ദിവസം അന്ന് തന്നെ ചെല്ലാൻ പറ്റുള്ളൂ. അന്നൊരു 4 മണിയൊക്കെ ആയപ്പോഴാണ് എത്തുള്ളൂ. കാരണം 3 മണിക്കല്ലേ നമ്മളിവിടെ നിന്ന് പോകുന്നത്. പിന്നെ ബ്ലോക്ക് കാര്യങ്ങൾ, എറണാകുളത്തുനിന്ന് ഒരു വണ്ടി പോകണമെങ്കിൽ അറിയാലോ, ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടയേർഡായിട്ട് എന്താ പറയുക, വർക്ക് കഴിഞ്ഞു. പിന്നെ നമ്മൾ യാത്ര ചെയ്യണം, അതും ഇത്രയും മണിക്കൂർ വയനാട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ എന്താ പറയുക, ഒരു റെസ്റ്റ് പോലും ഇല്ലാതെ പിന്നെ കല്യാണത്തിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണെന്നറിയോ, ഞാൻ ശരിക്കും ടയേർഡായി. കഴിഞ്ഞ തവണ നമ്മളൊരു കല്യാണത്തിനൊക്കെ ഭയങ്കര ഹാപ്പിയൊക്കെ ആയിരുന്നു. ഇതും ഹാപ്പി ആയിരുന്നു കേട്ടോ, ഹാപ്പിക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടുള്ള കാര്യം എനിക്കൊരുങ്ങാന്നുള്ളതല്ല, എൻ്റെ കുഞ്ഞുങ്ങളെ ഒരുക്കുക എന്നുള്ളത് കേട്ടോ. എനിക്ക് അവരെ എപ്പോഴും നല്ല രീതിയിൽ ഒരുക്കുക എന്നുള്ളത് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവരെ, എൻ്റെ മക്കളെ നല്ല രീതിയിൽ കൊണ്ടുവന്ന് നടക്കുക, നല്ല ഡ്രസ്സ് ഇടിക്കുക, നല്ല മേക്കപ്പ് ചെയ്യുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഞാനും മോളും കൂടിയിട്ട് ഫോട്ടോ ഒന്നും എടുക്കുന്ന, വീഡിയോ ഒന്നും എടുക്കുന്ന ചെറിയ മോൾക്ക് ഇഷ്ടമായില്ല കേട്ടോ. അതുകൊണ്ട് കുശുമ്പുത്തി നിൽക്കുവാണേ. പക്ഷേ ആളുടെ ഹെയർ സ്റ്റൈലായാലും രാവിലത്തെ കോസ്റ്റ്യൂമും മോളുടെ കോസ്റ്റ്യൂമൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. മോളുടെ ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ് മൂത്താളുടെ. അപ്പോൾ ആൾക്ക് പറ്റിയ ആ ഒരു രീതിയിലാണ് ഞാൻ തന്നെ സെലക്ട് ചെയ്യുള്ളൂ കേട്ടോ. അവൾക്ക് അങ്ങനെ ഇന്ന നിർബന്ധമൊന്നുമില്ല. അവൾക്കറിയാം ഞാൻ എടുക്കുന്നത് അവൾക്ക് ഇഷ്ടമാവും എന്നുള്ളത്. അത് പണ്ട് മുതൽക്കേ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഒരു എനിക്കിത് വേണം അത് വേണം അങ്ങനത്തെ ആ ഒരു മൈൻഡുള്ളൊരു കുട്ടിയല്ല. അവൾക്ക് എന്താണോ ഞാൻ ചെയ്യുന്നത് അത് അവൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആളുടെ കാര്യത്തിൽ എനിക്ക് ഒരു ഇതുമില്ല. അതുപോലെ തന്നെ ചെറിയ മോളുടെയും ഭയങ്കര ഇതാണ്, ഞാനെടുക്കുന്നത് പറ്റില്ല എന്ന് പറയില്ല. അപ്പോൾ ആളുടെ ഒരു ഫിഷ് കട്ട് ടൈപ്പ് ഒരു ബ്ലാക്ക് ആയിരുന്നു. പിന്നെ ഒരു രാവിലെ ഇട്ടത് ഒരു ഓഫ് വൈറ്റ് ആയിരുന്നു കേട്ടോ. മോളിട്ടത് ഓഫ് വൈറ്റും പിന്നെ ഷോള്, അതെല്ലാവരും കൂടിയിട്ട് തീരുമാനിച്ചൊരു എന്താ പറയുക കോഡായിരുന്നു, ഡ്രസ് കോഡായിരുന്നു കേട്ടോ. ഞാൻ ഓഫ് വൈറ്റ് ചുരിദാറായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിലൊക്കെ കഴിഞ്ഞ തവണയൊക്കെ ഞാൻ ഡാൻസിനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ അങ്ങനെ പ്രായപരിധി അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഡാൻസ് കളിക്കും. ഭയങ്കര രസമായിരുന്നു കഴിഞ്ഞ കല്യാണത്തിനൊക്കെ. ഈ കല്യാണത്തിന് ഞാൻ മാത്രം ഒഴിഞ്ഞു നിന്നു, വേറെ ഒന്നുമല്ല, ടയേർഡായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് എന്താ പറയുക, ഉറക്കമൊക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ അത്യാവശ്യം ഡാൻസൊക്കെ കളിച്ചു, ഭയങ്കര എൻജോയ് ചെയ്തു. പിന്നെ ഈ പിള്ളേർ നന്നായിട്ട് കളിക്കും, അടിപൊളിയായിട്ട് കളിക്കും. അവരുടെ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ഉണ്ട്. നല്ല എന്താ പറയുക, ഡാൻസൊക്കെ അത്യാവശ്യം അറിയുന്ന പിള്ളേരാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ പിള്ളേരിങ്ങനെ ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അല്ലാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്നുമില്ലാത്ത പോലെ ഇരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എപ്പോഴും നമ്മളിങ്ങനെ ഭയങ്കര സ്മാർട്ടായിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പിള്ളേരോട് പറയും കുറച്ചും കൂടെ എന്താ പറയുക, സ്മാർട്ടാവാനേ പറയുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ കുറച്ച് അത്യാവശ്യം എത്തുമ്പോഴും മേപ്പാടിയിലായിരുന്നു കേട്ടോ പെണ്ണിൻ്റെ വീട്. നമ്മുടെ പയ്യനായിരുന്നു. അപ്പോൾ പെണ്ണിൻ്റെ വീട് മേപ്പാടിയിലായിരുന്നു. അത്യാവശ്യം ലോങ് ആയിരുന്നു. ഒരു 1.5 മണിക്കൂർ അങ്ങോട്ട് ഉണ്ടെന്ന് തോന്നുന്നു, 1 മണിക്കൂറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല പ്ലേസ് ആയിരുന്നു. പിന്നെ പെണ്ണിൻ്റെ വീട്ടിലെത്തി. അത്യാവശ്യം നമ്മളിറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം മഴയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ആൾക്കാരൊക്കെ പകുതി വെയിറ്റ് ചെയ്ത് നിന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങി തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ മോളുടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മറന്നുപോയി വീഡിയോസൊക്കെ എടുക്കാൻ, അതാ പറ്റിപ്പോയത്. മോളുടെ വീഡിയോസൊന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ മഴയുണ്ടായിരുന്നു. അപ്പോൾ നമുക്കങ്ങനെ ഒരു നല്ലൊരു വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ എടുത്തതെന്ന് പറഞ്ഞാൽ തിരക്കിൻ്റെ ഇടയിൽ എടുത്തൊരു വീഡിയോ കേട്ടോ. ഇതാണ് കേട്ടോ പെണ്ണിതാണ് കേട്ടോ. അപ്പോൾ ബ്രൈഡ് എന്ന് പറയുമ്പോൾ എനിക്ക് പിന്നെ ഇവർക്ക് മുസ്ലിംസിന് അറിയാലോ, അത്യാവശ്യം വലിയ ഹെയർ സ്റ്റൈലൊന്നും വേണ്ട.
പിന്നെ ബാക്കിലിങ്ങനെ അത്യാവശ്യം ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈലായിരുന്നു. ഹെയർ സ്റ്റൈലൊന്നും ഇല്ല, അത്യാവശ്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് വൈകിട്ടുള്ളൊരു കോസ്റ്റ്യൂമായിരുന്നു കേട്ടോ. ആളുടെ വൈകിട്ട് കോസ്റ്റ്യൂം അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ അതിന് യോജിച്ചൊരു മേക്കപ്പും കൊടുത്തു കേട്ടോ. ഞാൻ എവിടെ പോയാലും, കല്യാണത്തിനായാലും എവിടെ പോയാലും പെണ്ണിൻ്റെ സ്വർണ്ണമോ ഒന്നല്ല നോക്കുക, ഞാൻ മേക്കപ്പ് നോക്കാറുണ്ട്, അതുപോലെ ഡ്രസ്സ് നോക്കാറുണ്ട്, കോസ്റ്റ്യൂം നോക്കാറുണ്ട്. പിന്നെ നോക്കുന്നതാണ് ഹെയർ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കും കേട്ടോ. എനിക്ക് എല്ലാത്തിനേക്കാളും ഉപരി ഹെയർ ഭയങ്കര ഏറ്റവും നമ്മളുടെ ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഹെയർ ആട്ടോ. ഹെയർ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട്. മേക്കപ്പൊക്കെ പിന്നെ അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഹെയർ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ചെയ്യാനായിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് പോന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മോളിവിടെ എന്തായാലും നിൽക്കണമല്ലോ. അപ്പോൾ മോളവിടെ നിന്നു. അത്യാവശ്യം കുറച്ച് ടൈമൊക്കെ എടുത്തിട്ട് ആ പെണ്ണിൻ്റെ കൂടെയൊക്കെ വന്നേ. പക്ഷെ നമുക്കൊരു കാറുണ്ടായിരുന്നു, വണ്ടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ അവിടെ നിന്ന് പോന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ചെറിയ മോൾക്ക് അത്യാവശ്യം നല്ലൊരു ഹെയർ സ്റ്റൈൽ ചെയ്യാനും പറ്റി. അത്യാവശ്യം നല്ല രസമായിരുന്നു കേട്ടോ. വെഡ്ഡിങ്ങൊക്കെ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഫുഡായാലും പിന്നെ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ തിരിച്ചു പോന്നു. പിന്നെ ചെറിയ മോളുടെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം രാവിലെ മോൾക്ക് 2 ടൈമും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്കും അത്യാവശ്യം സാരിയൊക്കെ എടുക്കണമെന്ന് ഭയങ്കര, സാരി ആയതുകൊണ്ട് ടൈം വേണമല്ലോ. ഒരുപാട് ടൈമൊന്നും വേണ്ട, പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം നമ്മൾ വിചാരിച്ച പോലൊക്കെ ഒരുങ്ങണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ പോകുന്നത്. കാരണം രാവിലെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഞാൻ വർക്കിന് പോകുമ്പോൾ പോലും കുറച്ചും കൂടി നന്നായിട്ടൊക്കെ പോകാറുണ്ട്. പക്ഷേ ഈ ഒരു വെഡ്ഡിങ്ങിന് രാവിലെ പോയത് ഭയങ്കര കൂതറായിട്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് വിഷമമില്ല. പക്ഷേ എനിക്ക് എൻ്റെ പിള്ളേരെ എനിക്ക് ഒരുക്കാൻ പറ്റി, അവർ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അതാണ് കേട്ടോ ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിച്ചൊരു കാര്യം. കാരണം എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഒരുങ്ങാം, സാരി ഉടുക്കാൻ കുഴപ്പമില്ല. എനിക്ക് എൻ്റെ വർക്കിനായാലും എനിക്ക് പോകുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ഒരുങ്ങാം, കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷേ എൻ്റെ മക്കൾ അങ്ങനെയല്ലല്ലോ. ഞാനുള്ളൊരു ടൈമിലാണല്ലോ അവർക്ക് നല്ലൊരു ഹെയർ ആയാലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ. അതും എപ്പോഴൊന്നുമില്ല. ഈ ഫങ്ഷൻ എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഉണ്ടാവില്ല, അതൊക്കെ വല്ലപ്പോഴും ഉണ്ടാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതൊരിക്കലും ഇതാക്കി കളയാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം അത് നമ്മൾ ചെയ്യുന്ന വേണം. ആസ്വദിക്കേണ്ട കാര്യം നമ്മൾ ആസ്വദിക്കുക, അല്ലേ? അത് പിന്നീട് നമുക്ക് കിട്ടണമെന്നില്ല. ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഇതാട്ടോ. അതുകൊണ്ട് തന്നെ പിള്ളേരുടെ കാര്യത്തിൽ ഒട്ടും ഞാൻ കുറവ് വരുത്തിയില്ല. കോസ്റ്റ്യൂം ആയാലും നന്നായിട്ട് ചെയ്യിച്ചു. ഹെയർ ആക്സസറീസ് ആയാലും മേടിച്ചായിരുന്നു. അതിനെ പറ്റി പിന്നെ ായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു കമ്മൽ മാത്രമേ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഹെയറിനാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. പിന്നെ കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ മൂത്ത മോളുടെ കോസ്റ്റ്യൂമും ഇതുപോലെ തന്നെ ബ്ലാക്കും വൈറ്റും ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ആളുടെ ഹെയറും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഇതല്ലേ മഫ്ത കിട്ടുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മൾ ഹെയർ ചെയ്തൊന്നും കാണില്ലല്ലോ. പിന്നെ നല്ല ബേബി ഹെയറൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ, അത്യാവശ്യം ബേബി ഹെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കേളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, മോൾക്ക് കേള് കൊടുത്തിട്ട് ഹെയർ ആക്സസറീസ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചിങ്ങനെ എന്താ പറയുക, മഫ്ത ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ഇത് ഞാനിങ്ങനെ പിടിപ്പിച്ചെങ്കിൽ കൂടി പിന്നെ ഞാനതെടുത്തിട്ട് മഫ്ത ഇട്ടതിന് ശേഷം അത് കാണുന്ന രീതിയിലാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിങ്ങനെ വെക്കുമ്പോഴത്തേക്കും എന്താ പറയുക, തട്ടട്ട കാണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മഫ്ത ഊരിയിട്ട് പിന്നെ വീണ്ടും മഫ്ത ഇട്ടതിന് ശേഷം നമ്മൾ കാണുന്ന രീതിയിൽ കുറച്ച് നല്ല ഭംഗിയിൽ വെച്ചു കേട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, എൻജോയ് ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞും കൂടിയിട്ട് തിരിച്ചു പോന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. മോളൊക്കെ അവിടെ നിന്നു, കുറേ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ
എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് അത്യാവശ്യം എന്താ പറയുക, ഇച്ചിരി തിരക്ക്, വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം തിരക്കാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി കുറച്ചും കൂടി നല്ല നല്ല വീഡിയോസ് വീണ്ടും ഇടാട്ടോ. ഓക്കെ, താങ്ക് യു.